1887 സെപ്റ്റംബർ ഒടുവിലെ ദിവസങ്ങളായിരുന്നു. കൊടുങ്കാറ്റ് അതിഭയങ്കരമായി വീശിയടിക്കാൻ ആരംഭിച്ചിരുന്നു. എപ്പോഴും കാറ്റ് അലറുകയും മഴ ജനലുകളിൽ ആഞ്ഞടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ലണ്ടൻ മഹാനഗരത്തിന്റെ ഹൃദയത്തിൽ പോലും മനുഷ്യർക്ക് ദിനചര്യകളിൽ നിന്ന് മനസ്സിനെ ഉയർത്തി മഹത്തായ പ്രപഞ്ചശക്തിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മിക്കേണ്ടി വന്നു. വൈകുന്നേരമായപ്പോൾ കൊടുങ്കാറ്റ് ശക്തി ആർജിക്കും, അലറും. ഷെർലക് ഹോംസ് നെരിപ്പോടിനരികിൽ ചിന്താമഗ്നനായി കുറ്റാന്വേഷണ രേഖകൾ കുത്തിക്കുറച്ചു കൊണ്ടിരുന്നു. മറുവശത്തിരുന്ന് ഞാൻ ക്ലാർക്ക് റസലിന്റെ ഒന്നാം തരം കടൽക്കഥകൾ വായിച്ചു രസിച്ചു. ആ സമയത്ത് പുറത്ത് കോരിച്ചൊരിയുന്ന മഴയിൽ നിന്ന് ആരോ നടന്നുവന്ന് മുറിയുടെ വാതിൽക്കൽ മുട്ടി. കസേരയുടെ നേർക്ക് അദ്ദേഹം വിളക്ക് തിരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, കയറി വരൂ. കയറി വന്നയാൾ ചെറുപ്പമായിരുന്നു. കാഴ്ചയിൽ ഏതാണ്ട് 22 തോന്നിക്കും. നന്നായി മുടി കോതിമിനുക്കി വൃത്തിയായി വസ്ത്രധാരണം ചെയ്ത് കുലീനതയും സൗകുമാര്യവും തോതിപ്പിക്കുന്ന പ്രകൃതം. കയ്യിലെ ചോർന്നൊലിക്കുന്ന കുടയും നീണ്ടു തിളങ്ങുന്ന മഴക്കോട്ടും എത്ര ശക്തമായ മഴയിലൂടെയാണ് അയാൾ വന്നതെന്ന് വ്യക്തമാക്കി. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ അയാൾ ആകാംക്ഷയോടെ ചുറ്റും നോക്കി. വിളറിയ ആ മുഖവും കനം തൂങ്ങിയ ആ കണ്ണുകളും വലിയ ഉത്കണ്ഠയ്ക്ക് അധീനനാണ് അയാളെന്ന് സൂചിപ്പിച്ചു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. സ്വർണ്ണക്കണ്ണട കണ്ണിൽ ഉയർത്തി വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് നിന്നാണ് വന്നത് അല്ലേ? ഹോംസ് ചോദിച്ചു. അതെ, ഹോർഷാമിൽ നിന്ന്. നിങ്ങളുടെ പാദരക്ഷയിൽ കാണുന്ന ചെളിയും കുമ്മായവും അത് വ്യക്തമാക്കുന്നുണ്ട്. മിസ്റ്റർ ഹോംസ്, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ടാങ്കർ വീവ് ക്ലബ്ബ് അപകടവാദത്തിൽ താങ്കൾ എങ്ങനെ രക്ഷിച്ചുവെന്ന് മേജർ പ്രഗൻഗാസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ശരിയാണ്. അയാൾ ചീട്ടുകളിൽ കള്ളക്കളി കാണിക്കുന്നുവെന്ന് തെറ്റായി ആരോപണമുണ്ടായിരുന്നു. താങ്കൾക്ക് എന്തും പരിഹരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അതിശയോക്തിയാണ്. ഒന്ന് നിർത്തി, ഹോംസ് ആഗതനോട് നിർദ്ദേശിച്ചു. ആ കസേര നിങ്ങൾ നെരിപ്പോടിനരികിലേക്ക് നീക്കിയിടൂ. എന്നിട്ട് കേസിന്റെ വിശദവിവരങ്ങൾ പറയൂ. ആ ചെറുപ്പക്കാരൻ കസേര നീക്കിയിട്ടു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, എൻ്റെ പേര് ജോൺ ഓപ്പൻഷാ എന്നാണ്. എൻ്റെ അപ്പൂപ്പന് 2 ആൺമക്കളുണ്ടായിരുന്നു. എൻ്റെ വലിയച്ഛൻ ഏലിയാസും അച്ഛൻ ജോസഫും. അച്ഛന് കവൻട്രിയിൽ ഒരു ചെറിയ ഫാക്ടറി ഉണ്ടായിരുന്നു. സൈക്കിൾ കണ്ടുപിടിച്ച കാലത്ത് അദ്ദേഹം അത് വിപുലീകരിച്ചു. പൊട്ടാത്ത ടയറുകളുടെ കുത്തക അദ്ദേഹത്തിനായിരുന്നു. ബിസിനസ് വിജയപ്രദമായാൽ അത് നല്ല വിലയ്ക്ക് വിറ്റിട്ട് നല്ല സമ്പത്തുമായി വിശ്രമിക്കാൻ അച്ഛന് കഴിഞ്ഞു. എൻ്റെ വലിയച്ഛൻ ഏലിയാസ് അമേരിക്കയിലേക്ക് കുടിയേറി ചെറുപ്പത്തിൽ തന്നെ. ഫ്ലോറിഡയിലെ ഒരു തോട്ട ഉടമയായി. അദ്ദേഹത്തിന് അവിടെ സുഖമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. യുദ്ധകാലത്ത് ജാക്സന്റെ പട്ടാളത്തിൽ പൊരുതി. പിന്നീട് ഹുഡിന്റെയും. അവിടെ അദ്ദേഹം കേണലായി ഉയർന്നു. ലീ തന്റെ ആയുധങ്ങൾ അടിയറ വെച്ചപ്പോൾ വലിയച്ഛൻ തോട്ടത്തിലേക്ക് മടങ്ങി. 3-4 വർഷം അവിടെ കഴിഞ്ഞു. ഏതാണ്ട് 1869 മുതൽ 1870 കാലത്ത് അദ്ദേഹം യൂറോപ്പിലേക്ക് പോന്നു. സസക്സിൽ ഹോർഷാമിനയ്ക്കടുത്ത് ഒരു എസ്റ്റേറ്റ് വാങ്ങി. അദ്ദേഹം വിചിത്ര മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ക്ഷോഭിക്കും. ദേഷ്യപ്പെടുമ്പോൾ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒറ്റപ്പെട്ട മനുഷ്യനായിരുന്നു. വീടിന് ചുറ്റും ഒരു തോട്ടവും 2-3 വയലുകളും ഉണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹം വ്യായാമം ചെയ്യുക. ചിലപ്പോൾ ആഴ്ചകളോളം അദ്ദേഹം മുറി വിടാറില്ല. ധാരാളം ബ്രാൻഡി അദ്ദേഹം അകത്താക്കുമായിരുന്നു. ധാരാളം പുകവലിക്കുകയും ചെയ്യും. പക്ഷേ കൂട്ടുകാരുമായി ആരുമില്ല. സ്വന്തം സഹോദരനോട് പോലും അങ്ങനെയായിരുന്നു. അദ്ദേഹം ആദ്യം എന്നെ കാണുമ്പോൾ 12 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അത് 1878 അദ്ദേഹം ഇംഗ്ലണ്ടിൽ എത്തിയിട്ട് ഒരു 8-9 കൊല്ലം കഴിഞ്ഞ്
എന്നെ തൻ്റെ കൂടെ താമസിപ്പിക്കണമെന്ന് അദ്ദേഹം അച്ഛനോട് അപേക്ഷിച്ചു. കുടിച്ച് മത്ത് പിടിക്കാത്തപ്പോൾ അദ്ദേഹം എന്നോടൊത്ത് ചില കളികളിൽ ഏർപ്പെടുമായിരുന്നു. ജോലിക്കാരോടും കച്ചവടക്കാരോടും ഇടപെടാൻ എന്നെ നിയോഗിച്ചിരുന്നു. അതിനാൽ എനിക്ക് 16 വയസ്സായപ്പോഴേക്കും ഞാൻ ആ വീട്ടിലെ യജമാനനായി. താക്കോലുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെ ശല്യപ്പെടുത്തരുത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായി അദ്ദേഹത്തിന് ഒരു മുറിയുണ്ടായിരുന്നു. അത് സദാ പൂട്ടിയിട്ടിരിക്കും. ഞാനോ മറ്റാരെങ്കിലുമോ അതിൽ കയറാൻ ഒരിക്കലും അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ഒരു ദിവസം 1883 മാർച്ചിലായിരുന്നു അത്. കേണലിൻ്റെ തീന്മേശമേൽ വിദേശ സ്റ്റാമ്പുള്ള ഒരു കത്ത് കിടന്നു, ഇന്ത്യയിൽ നിന്ന്. അത് കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പോണ്ടിച്ചേരിയിലെ തപാൽ മുദ്രയാണല്ലോ, ഇതെന്തായിരിക്കാം? പെട്ടെന്ന് അത് തുറന്നപ്പോൾ അതിൽ നിന്നും 5 ഉണങ്ങിയ ചെറിയ ഓറഞ്ച് കുരുക്കൾ പുറത്തു ചാടി. അത് പ്ലേറ്റുകളിൽ ചിതറി വീണു. ഇത് കണ്ടതും അദ്ദേഹത്തിൻ്റെ ചുണ്ട് പിളർന്നു, കണ്ണുകൾ തള്ളി, തൊലി വിളറി. വിറയ്ക്കുന്ന കയ്യിൽ പിടിച്ചിരുന്ന ആ കവറിലേക്ക് തുറിച്ചു നോക്കി. കേ 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 എന്ന് ആക്രോശിച്ചു. അതെന്താണ് വലിയച്ഛ? ഞാൻ ചോദിച്ചു. മരണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അദ്ദേഹം മുറിയിലേക്ക് പോയി. ഞാൻ ഭയന്നു വിറച്ചു. ഞാൻ ആ കവറെടുത്ത് നോക്കി. അകത്തെ കടലാസിൽ ചുവന്ന മഷിയിൽ കെ എന്ന അക്ഷരം 3 തവണ ആവർത്തിച്ചിരുന്നു. ഉണങ്ങിയ ഓറഞ്ച് കുരുക്കളല്ലാതെ അതിലൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ തീന്മേശ വിട്ട് കോണിപ്പടികൾ കയറുമ്പോൾ തുരുമ്പിച്ച പഴയ കുറേ താക്കോലുമായി അദ്ദേഹം ഇറങ്ങി വരുന്നത് കണ്ടു. ചെറിയ ഒരു ചതുരപ്പിച്ചള പെട്ടി മറ്റേ കയ്യിലുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, പക്ഷേ ഞാൻ അവരെ പൂട്ടും. അദ്ദേഹം ഒരു പ്രതിജ്ഞ പോലെ പറഞ്ഞു. ഇന്ന് എൻ്റെ മുറിയിൽ നെരിപ്പോട് വേണമെന്ന് മേരിയോട് പറയൂ. എന്നിട്ട് ഹോർഷാമിലെ വക്കീൽ മിസ്റ്റർ ഫോർഥാമിനെ വിളിക്കൂ. അദ്ദേഹം ആജ്ഞാപിച്ചതുപോലെ ഞാൻ ചെയ്തു. വക്കീൽ വന്നപ്പോൾ എന്നോട് മുറിയിൽ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. തീ നന്നായി കത്തുന്നുണ്ടായിരുന്നു. അടുപ്പിൽ കടലാസുകൾ കത്തിയതുപോലെ കറുത്ത ചാരം കണ്ടു. അതിനരികിൽ പിച്ചളപ്പെട്ടി തുറന്ന് ഒഴിഞ്ഞു കിടന്നു. ആ പെട്ടിയിൽ രാവിലത്തെ കവർ ഞാൻ വായിച്ചതുപോലെ കെ എന്ന് 3 പ്രാവശ്യം അച്ചടിച്ചിരുന്നു. ജോൺ, നീ എൻ്റെ മരണപത്രത്തിന് സാക്ഷിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ എസ്റ്റേറ്റ് ഞാൻ എൻ്റെ സഹോദരനായ നിന്റെ അച്ഛന് നൽകുന്നു. ഒരിക്കൽ അത് നിനക്ക് ലഭിക്കുമെന്നതിൽ സംശയമില്ല. സമാധാനത്തോടെ നിനക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെന്ന് കണ്ടാൽ എൻ്റെ ഉപദേശം നീ സ്വീകരിക്കൂ കുട്ടി. അത് നിന്റെ ആ ജന്മശത്രുവിന് നൽകൂ. മിസ്റ്റർ ഫോർഥാം കാണിക്കുന്ന കടലാസിൽ ദയവായി ഒപ്പിടൂ. പറഞ്ഞതുപോലെ ഞാൻ ഒപ്പിട്ടു. വക്കീൽ അത് കൊണ്ടുപോയി. ആ വിചിത്ര സംഭവം എൻ്റെ മനസ്സിൽ അഗാധമായ ചലനമുണ്ടാക്കി. ഞാൻ അതേക്കുറിച്ച് തിരിച്ചും മറിച്ചും ആലോചിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. ആഴ്ചകൾ കഴിഞ്ഞതോടെ ആ അനുഭൂതിയുടെ തീഷ്ണത കുറഞ്ഞു വന്നു. എങ്കിലും എൻ്റെ വലിയച്ഛനിൽ ഒരു മാറ്റം കാണാൻ എനിക്ക് കഴിഞ്ഞു. അദ്ദേഹം കൂടുതൽ മദ്യപിച്ചു. അധിക സമയവും അകത്തുനിന്ന് പൂട്ടിയ മുറിയിൽ കഴിച്ചുകൂട്ടും. ചിലപ്പോൾ ഒരു തരം ഉന്മത്തമായ ആവേശത്തോടെ വീടിന് പുറത്തേക്ക് പായും. ശരി, കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം മദ്യപിച്ച് ഉന്മത്തനായി ഒരു രാത്രി പുറത്തേക്ക് പാഞ്ഞുപോയി. പക്ഷേ മടങ്ങി വന്നില്ല. അന്വേഷിച്ചു പോയപ്പോൾ തോട്ടത്തിന് താഴെ ചെളിവെള്ളം കലങ്ങിയ കൊച്ചുകുളത്തിൽ മുഖം നിലമമർന്ന നിലയിൽ കിടക്കുന്നത് കണ്ടു. ഏറ്റുമുട്ടന്റെ സൂചനയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിന് 2 അടി ആഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മഹത്യയാണതെന്ന് ജൂറി വിധി എഴുതി. പക്ഷേ മരണത്തിന്റെ ഓർമ്മ പോലും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നുവെന്ന് അറിഞ്ഞിരുന്ന എനിക്ക് മരണത്തെ നേരിടാൻ അദ്ദേഹം അസ്വാഭാവികമായി ശ്രമിച്ചു എന്ന് വിശ്വസിക്കാനായില്ല. എങ്ങനെയായാലും കാര്യം കഴിഞ്ഞു. ഭൂസ്വത്ത് എൻ്റെ അച്ഛൻ്റെ കൈവശമായി. പുറമെ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ കണക്കിലുണ്ടായിരുന്ന ഏതാണ്ട് 14,000 പവനും. ഒരു നിമിഷം ഹോംസ് ഇടയ്ക്ക് കടന്നു പറഞ്ഞു,
എഴുത്ത് നിങ്ങളുടെ വലിയച്ഛന് കിട്ടിയ തീയതിയും അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെന്ന് പറയുന്ന തീയതിയും പറയൂ. കത്ത് വന്നത് 1883 മാർച്ച് 10-ന്. 7 ആഴ്ച കഴിഞ്ഞാണ് മരണം. മെയ് 2-ാം തീയതി രാത്രിയാണ് മരണം നടക്കുന്നത്. നന്ദി. എൻ്റെ അച്ഛൻ ഹോർഷാം വസ്തു ഏറ്റെടുത്തു. എപ്പോഴും പൂട്ടിയിട്ടിരുന്ന മുകളിലെ മുറി എൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് അച്ഛൻ തുറന്ന് ശ്രദ്ധയോടെ പരിശോധിച്ചു. ആ പിച്ചളപ്പെട്ടി ഞങ്ങൾ അവിടെ കണ്ടു. അതിൻ്റെ ഉള്ളടക്കം നശിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും മൂടിയുടെ അകവശത്ത് കെ 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 എന്നെഴുതിയിരുന്ന കടലാസ് കുറിപ്പ് പതിച്ചിരുന്നു. അതിന് താഴെ കത്തുകൾ, ഓർമ്മക്കുറിപ്പുകൾ, രസീതുകൾ, കണക്ക് പുസ്തകങ്ങൾ എന്നെഴുതിയിരുന്നു. കേണൽ ഓപ്പഷ നശിപ്പിച്ച കടലാസുകൾ ഇത്തരത്തിൽപ്പെട്ടവയായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ശരി, 84-ന്റെ ആരംഭമായിരുന്നു. എൻ്റെ അച്ഛൻ ഹോർഷാമിൽ താമസിക്കാൻ വന്നു. 85 ജനുവരി വരെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. പുതുവർഷപ്പിറവിയുടെ 4-ാം ദിവസം ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് ഒരുമിച്ചിരിക്കവേ എൻ്റെ അച്ഛൻ അത്ഭുതത്തോടെ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ഒരു കവർ തുറന്നു പിടിച്ചിരുന്നു. നീട്ടിപ്പിടിച്ച മറ്റേ കൈയിൽ ഉണങ്ങിയ ഓറഞ്ച് കുരുക്കളും. അദ്ദേഹം ഭീതിതനും പരിഭ്രാന്തനുമായി കാണപ്പെട്ടു. എന്താണ് ഇതിൻ്റെ അർത്ഥം ജോൺ? അദ്ദേഹം തിരക്കി. എൻ്റെ ഹൃദയം ഉറഞ്ഞു പോയിരുന്നു. ഞാൻ പറഞ്ഞു, അത് കെ 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 എന്നാണ്. അദ്ദേഹം കവറിന്റെ ഉൾവശം നോക്കി. അങ്ങനെ തന്നെ, അദ്ദേഹം പറഞ്ഞു. അതേ അക്ഷരങ്ങൾ, പക്ഷേ അവയ്ക്ക് മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ തോളിന് മുകളിലൂടെ എത്തി നോക്കിക്കൊണ്ട് ഞാൻ വായിച്ചു. കടലാസുകൾ സൂര്യഘടികാരത്തിന് മേൽ വയ്ക്കൂ. ഏത് കടലാസുകൾ? എന്ത് സൂര്യഘടികാരം? തോട്ടത്തിലെ സൂര്യഘടികാരം, വേറെ ഒന്നില്ല. എന്നാൽ കടലാസുകൾ നശിപ്പിക്കപ്പെട്ടവയായിരിക്കണം. എവിടെ നിന്നാണോ സാധനം വന്നത്? ധൈര്യം അവലംബിച്ച് അദ്ദേഹം ചോദിച്ചു. ഡണ്ടിയിൽ നിന്ന്. തപാൽ മുദ്ര നോക്കി ഞാൻ പറഞ്ഞു. കുറെ ശുദ്ധ വങ്കത്വങ്ങൾ. സൂര്യഘടികാരവും കടലാസുകളും കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനാണ്? ഞാൻ ഇത്തരം വിഡ്ഢിത്തങ്ങളൊന്നും ശ്രദ്ധിക്കുകയില്ല, അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഞാൻ പോലീസുമായി സംസാരിക്കും, ഞാൻ പറഞ്ഞു. ആളുകൾ എന്നെ കളിയാക്കി ചിരിക്കാൻ. അങ്ങനെയൊന്നും വേണ്ട. അദ്ദേഹത്തോട് വാദിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയായിരുന്നു. നിർബന്ധ ബുദ്ധിക്കാരനാണ് അദ്ദേഹം. എങ്കിലും ആശങ്ക നിറഞ്ഞ ഹൃദയവുമായി ഞാൻ കറങ്ങി നടന്നു. കത്ത് വന്നതിന്റെ 3-ാം ദിവസം പഴയ സുഹൃത്തായ മേജർ ഫ്രീബോയെ കാണാൻ അച്ഛൻ പോയി. പോർട്സ് ഡൗൺ ഹില്ലിലെ കോട്ടകളിലൊന്ന് അദ്ദേഹത്തിന്റെ നിയന്ത്രണങ്ങളിലായിരുന്നു. അദ്ദേഹം പോയതിന്റെ 2-ാം ദിവസം ഉടൻ ചെല്ലണമെന്ന് പറഞ്ഞ് എനിക്ക് മേജറിൽ നിന്നൊരു കമ്പി സന്ദേശം കിട്ടി. ആ പ്രദേശങ്ങളിൽ ധാരാളമായുള്ള അഗാധങ്ങളായ ചുണ്ണാമ്പ് ഖനികളിലൊന്നിൽ അച്ഛൻ വീണ് തല പൊട്ടിച്ചിതറി ബോധമില്ലാതെ കിടക്കുകയാണത്രേ. ഞാൻ ഓടിച്ചെന്നു. ബോധം തെളിയാതെ തന്നെ അദ്ദേഹം മരിച്ചു. അത് കൊലപാതകമാണെന്ന് പറയത്തക്കവണ്ണം എനിക്ക് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ആക്രമണത്തിന്റെ ലക്ഷണങ്ങളോ കാൽപ്പാടുകളോ പിടിച്ചുപറുടെ ലക്ഷണമോ കാണാനില്ലായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യം എനിക്ക് തീർച്ചയായിരുന്നു. ഇങ്ങനെ അശുഭകരമായ രീതിയിലാണ് എനിക്ക് പിതൃസ്വത്ത് കിട്ടിയത്. 85 ജനുവരി മാസത്തിലാണ് എൻ്റെ പാവപ്പെട്ട അച്ഛൻ മരിച്ചത്. അതിൽ പിന്നെ 2 കൊല്ലവും 8 മാസവും കഴിഞ്ഞിരുന്നു. ഇത്രയും കാലം ഞാൻ ഹോർഷാമിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. കുടുംബത്തിൽ നിന്നും ഈ ശാപം ഒഴിഞ്ഞു പോയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ ഇന്നലെ രാവിലെ എൻ്റെ അച്ഛന് വന്ന അതേ രൂപത്തിൽ തന്നെ ആ ആഘാതം എനിക്കും വന്നു. ആ ചെറുപ്പക്കാരൻ തൻ്റെ പുറംകോട്ടിൽ നിന്നും ഒരു ചുളുങ്ങിയ കവർ എടുത്തു. പിന്നെ മേശയിലേക്ക് തിരിഞ്ഞ് അതിന്മേൽ 5 ഉണങ്ങിയ ഓറഞ്ച് കുരുക്കൾ കുടഞ്ഞിട്ടു. ഇതാണ് ആ കവർ, അയാൾ തുടർന്നു. തപാൽ മുദ്ര ലണ്ടനാണ്, കിഴക്ക് ഭാഗം. അച്ഛനുണ്ടായിരുന്ന സന്ദേശത്തിലെ അതേ വാക്കുകൾ ഇതിലുമുണ്ട്. കെ കെ കെ. കടലാസുകൾ സൂര്യഘടികാരത്തിൽ വെക്കാനും. നിങ്ങൾ എന്ത് ചെയ്തു? ഹോംസ് ചോദിച്ചു. ഞാൻ പോലീസിനെ കണ്ടിരുന്നു. പക്ഷേ അവരെൻ്റെ കഥ കേട്ട് ചിരിച്ചതേയുള്ളൂ. ആ കത്തുകളെല്ലാം വെറും തമാശയാണെന്നേ
ആ ഇൻസ്പെക്ടർക്ക് അഭിപ്രായമുള്ളൂ. എൻ്റെ ബന്ധുക്കളുടെ മരണങ്ങൾ അപകടങ്ങളാണത്രേ. ചുരുട്ടിയ മുഷ്ടികൾ ചുഴറ്റിക്കൊണ്ട് ഹോംസ് അലറി. തികച്ചും യുക്തിരഹിതം. അവർ എന്തായിരുന്നാലും ഒരു പോലീസുകാരനെ എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. അയാളാണെൻ്റെ കൂടെ വീട്ടിൽ നിൽക്കും. ഹോംസ് വീണ്ടും അസ്വസ്ഥനായി. നിങ്ങൾക്ക് കത്ത് കിട്ടിയിട്ട് 2 ദിവസമായി. ഇതിനു മുമ്പ് തന്നെ നാം പ്രവർത്തിക്കണമായിരുന്നു. നിങ്ങൾക്കിതിൽ ഞങ്ങളെ സഹായിക്കാനാവുന്ന തരം എന്തെങ്കിലും വിവരം? ഒരു കാര്യമുണ്ട്, ജോൺ ഓപ്പൺഷാ പറഞ്ഞു. കോട്ടിന്റെ കീശയിൽ തപ്പി നിറമങ്ങിയ നീല നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. എൻ്റെ അമ്മാവൻ കടലാസുകൾ കത്തിച്ചപ്പോൾ ചാരത്തിനിടയ്ക്ക് കിടന്ന കത്താണിത്. ഏതോ സ്വകാര്യ ഡയറിയിലെ ഒരു പേജാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്ത് എൻ്റെ അമ്മാവൻ്റേതാണെന്നതിൽ എനിക്ക് സംശയമില്ല. ഹോംസ് ആ കടലാസിലേക്ക് കുനിഞ്ഞു നോക്കി. മാർച്ച് 1869 അതിൻ്റെ തലയ്ക്കൽ എഴുതിയിരുന്നു. അതിനിടയിൽ താഴെ പറയുന്ന കുറിപ്പുകളും. 4 ഹഡ്സൺ വന്നു. പഴയ അതേ പ്ലാറ്റ്ഫോം. 7 കുരുക്കൾ മെക്കാളെ, പാരമർ സെന്റ് അഗസ്റ്റിനിലെ സ്വയൻ എന്നിവർ കഴിച്ചു. 9 മെക്കാളയെ ശരിയാക്കി. 10 ജോൺ സ്വെയിനെ ശരിയാക്കി. 12 പാരമോർ സന്ദർശിച്ചു. എല്ലാം കൊള്ളാം. നന്ദി ഹോംസ്. കടലാസ് മടക്കി ഞങ്ങളുടെ സന്ദർശകന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു കാരണവശാലും ഒരു നിമിഷവും കളയരുത്. നിങ്ങൾ ഉടൻ തന്നെ വീട്ടിലെത്തി പ്രവർത്തിക്കൂ. ഞാൻ എന്തു ചെയ്യണം? ഒന്നേ ചെയ്യാനുള്ളൂ, അതുടനെ ചെയ്യണം. ഞങ്ങളെ കാണിച്ച ആ കടലാസ് കഷ്ണം നിങ്ങൾ വിവരിച്ച ആ പിച്ചളപ്പെട്ടിയിലിടണം. മറ്റ് കടലാസുകളെല്ലാം ബലീശൻ കത്തിച്ചു കളഞ്ഞെന്ന് ഒരു കുറിപ്പും എഴുതിയിടണം. അത് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂവെന്ന് വ്യക്തമാക്കണം. ഇത് ചെയ്തിട്ട് ആ പെട്ടി സൂര്യഘടികാരത്തിന് മുകളിൽ വയ്ക്കണം. മനസ്സിലായോ? തീർത്തും പ്രതികാരത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത്. നമുക്കത് നിയമം മൂലം നേടാനൊക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ പരിഗണന നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന അപകടം അകറ്റുക എന്നതാണ്. രണ്ടാമത്തേത് ഈ നിഗൂഢതയുടെ കുരുക്കഴിക്കുക എന്നതും കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നതുമാണ്. ആ ചെറുപ്പക്കാരൻ ഓവർകോട്ട് വലിച്ചെടുത്ത് എഴുന്നേറ്റു. നിങ്ങളെനിക്ക് പുതുജീവനം ആശയം തന്നു. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. നാളെ ഞാൻ നിങ്ങളുടെ കേസ് എടുക്കും. എങ്കിലാ കടലാസുകളെക്കുറിച്ചും പെട്ടിയെക്കുറിച്ചുമുള്ള വിവരങ്ങളുമായി 1-2 ദിവസത്തിനകം ഞാൻ താങ്കളെ വന്ന് കണ്ടുകൊള്ളാം. ഓരോ കാര്യത്തിലും ഞാൻ താങ്കളുടെ ഉപദേശം സ്വീകരിച്ചു കൊള്ളാം. അയാൾ യാത്ര പറഞ്ഞു പോയി. പുറത്ത് കാറ്റപ്പോഴും ചീറുന്നുണ്ടായിരുന്നു. മഴ ശക്തമായി തെറിച്ചു വന്ന് ജനലിൽ പതിക്കുന്നുണ്ടായിരുന്നു. നിശബ്ദനായി തല മുന്നോട്ട് കുനിച്ച് കണ്ണുകൾ തീയുടെ തിളക്കത്തിൽ നട്ട് ഷെർലക് ഹോംസ് കുറെ നേരം ഇരുന്നു. പിന്നെ പൈപ്പ് കത്തിച്ച് നീല പുകച്ചുരുൾ ഓരോന്നായി തട്ടുവരെ ഉയരുന്നത് നോക്കി കസേരയിലേക്ക് ചാഞ്ഞു. ഈ ജോൺ ഓപ്പൺഷാ ഷോൾട്ടോസിനേക്കാൾ വലിയ അപകടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായ എന്തെങ്കിലും നിഗമനത്തിൽ നിങ്ങൾ എത്തിയോ? ഞാൻ ചോദിച്ചു. ഉവ്വെന്ന അർത്ഥത്തിൽ അദ്ദേഹം തലകുലുക്കി. തുടർന്ന് പറഞ്ഞു, ഇന്ന് രാത്രി ഈ കേസിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിക്കണം. കെ എന്ന അക്ഷരമുള്ള അമേരിക്കൻ എൻസൈക്ലോപീഡിയ നിങ്ങളുടെ അടുത്തുള്ള ഷെൽഫിൽ നിന്നും ദയവായി ഒന്ന് എടുത്തു തരൂ. നന്ദി. ഇനി നമുക്ക് ചുറ്റുപാടിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. കേണൽ ഓപ്പൺഷായ്ക്ക് അമേരിക്ക വിട്ടുപോരാൻ ശക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അയാളുടെ പ്രായത്തിലുള്ള ആളുകളാരും ഫ്ലോറിഡയിലെ സുഖപ്രദമായ കാലാവസ്ഥ ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലെ ഒരു പ്രാദേശിക നഗരത്തിലെ ഏകാന്ത ജീവിതത്തിന് മുതിരുകയില്ല. അങ്ങനെ ചെയ്തു വന്നത് സൂചിപ്പിക്കുന്നത് ആരെയോ അല്ലെങ്കിൽ എന്തിനെയോ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നാണ്. എന്തിനെയാണ് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നത് അനുമാനിക്കാൻ ആ ഭയാവഹമായ ഭീഷണിക്കത്തുകൾ അദ്ദേഹത്തിനും പിൻഗാമികൾക്കും കിട്ടിയിരുന്നത് പരിശോധിച്ചതിനു ശേഷമേ സാധ്യമാവൂ. നിങ്ങൾ ആ കത്തുകളിലെ തപാൽ മുദ്ര നോക്കിയോ? ആദ്യത്തേത് പോണ്ടിച്ചേരിയിൽ നിന്ന്, രണ്ടാമത്തേത് ഡണ്ടിയിൽ നിന്നും, മൂന്നാമത്തേത് ലണ്ടനിൽ നിന്നും. കിഴക്കേ ലണ്ടനിൽ നിന്നും. അതിൽ നിന്ന് എന്തുഹിക്കുന്നു? അവയെല്ലാം തുറമുഖങ്ങളാണ്. അതായത് എഴുതിയ ആൾ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു.
അതെ, അതിലിനി സംശയം വേണ്ട. നമുക്കിനി മറ്റൊരു കാര്യം ആലോചിക്കാം. പോണ്ടിച്ചേരിയുടെ കാര്യത്തിൽ 7 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ആ ഭീഷണിയും അതിൻ്റെ നിറവേറലും നടന്നിട്ട് ഡണ്ടിയിൽ അത് വെറും 3-4 ദിവസമേ എടുത്തുള്ളൂ. അതെന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. സംഗതി വളരെ വ്യക്തമാണ്. കത്തയച്ചവർക്ക് യാത്ര ചെയ്യാനുള്ള ദൂരമനുസരിച്ചാണ് കൊലപാതകം നടത്തുക. യാത്രയുടെ ഒടുവിൽ ഇത്തവണ ലണ്ടനിൽ നിന്നാണ് കത്ത് വന്നത് എന്ന് ഓർക്കുക. അതിനാൽ കാത്തിരിക്കാൻ സമയം ഒട്ടുമില്ല. എൻ്റെ ദൈവമേ, അപ്പോൾ ഈ ക്രൂരമായ കൊലയുടെ അർത്ഥം എന്താണ്? ഞാൻ ചോദിച്ചു. ഓപ്പൺ ഷാ കൊണ്ടു നടന്ന കടലാസുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ആളിനോ ആളുകൾക്കോ? ആ കടലാസുകൾ കയ്യിലുള്ളയാളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ KKK എന്നുള്ളത് വ്യക്തിയുടെയല്ല, ഒരു സംഘടനയുടെ മുദ്രയാണെന്ന് കരുതാം. പക്ഷേ എന്തു സംഘടന? നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലേ കൂ ക്ലക്സ് ക്ലാൻ എന്ന്? ഷെർലക് ഹോംസ് മുമ്പോട്ട് കുനിങ്ങി സ്വരം താഴ്ത്തി ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. ഹോംസ് തൻ്റെ മുട്ടിന്മേലിരുന്ന പുസ്തകത്തിൻ്റെ പേജുകൾ മറിച്ചു തുടങ്ങി. ഇതിവിടുണ്ട്, അദ്ദേഹം പറഞ്ഞു. കൂ ക്ലക്സ് ക്ലാൻ ആഭ്യന്തര കലഹത്തിനു ശേഷം തെക്കൻ സംസ്ഥാനങ്ങളിൽ കുറെ സഖ്യകക്ഷികളിൽപ്പെട്ട പട്ടാളക്കാർ ചേർന്നുണ്ടാക്കിയ ഭീകര രഹസ്യ സംഘടനയാണിത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിശിഷ്യ ടെന്നസി, ലൂസിയാന, കരോലിനുകൾ, ജോർജിയ, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അവർ ശാഖകൾ സ്ഥാപിച്ചു. രാഷ്ട്രീയ കാര്യങ്ങൾക്കായി അതിൻ്റെ ശക്തി ഉപയോഗിച്ചു. തങ്ങളുടെ കാഴ്ചപ്പാടിനെ എതിർക്കുന്നവരെ കൊല ചെയ്യാനോ അവരെ രാജ്യത്തു നിന്ന് ഓട്ടിക്കാനോ ശ്രമിച്ചു. ഒരുവനോട് വിരോധം വന്നാൽ ആ മനുഷ്യന് വിചിത്രമായ അടയാളത്തോടുകൂടി ഒരു മുന്നറിയിപ്പ് നൽകും. മുന്നറിയിപ്പ് ചില സ്ഥലങ്ങളിൽ ഓറഞ്ച് കുരുക്കൾ ആയിരിക്കാം, മത്തങ്ങ വിത്തുകളാവാം, ഓക്കിൻ്റെ ഇലകളാവാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇര ഒന്നുകിൽ തൻ്റെ പൂർവ്വകാല ചെയ്തികളിൽ നിന്ന് പരസ്യമായി പിൻവാങ്ങണം, അല്ലെങ്കിൽ രാജ്യത്തു നിന്നും പലായനം ചെയ്യണം. ചെറുത്തു നിന്നാൽ അയാൾക്ക് മരണം നിശ്ചയം. പുസ്തകം താഴെ വെച്ചുകൊണ്ട് ഹോംസ് തുടർന്നു. അമേരിക്കയിൽ നിന്നും ഓപ്പൺ ഷാ അവരുടെ കടലാസുകളിലായി അപ്രത്യക്ഷനായതും ഈ സംഘടന പെട്ടെന്ന് തകർന്നതും ഏകകാലത്താണെന്ന് നിങ്ങൾക്ക് കാണാം. അതിന് കാരണവും കാണും. അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പിന്നാലെ ചില നശീകരണ ശക്തികൾ ഉണ്ടായതിൽ ഒട്ടും അത്ഭുതമില്ല. ഞാൻ പറഞ്ഞത് ചെയ്യുക എന്ന ഒരൊറ്റ ഭാഗ്യ പരീക്ഷണമേ ഓപ്പൺ ഷായ്ക്ക് ഇനിയുള്ളൂ. ഇന്ന് രാത്രി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനേ പറയാനോ ഇല്ല. നേരം വെളുത്തപ്പോൾ എല്ലാം ശാന്തമായി. മഹത്തായ പട്ടണത്തിനു മീതെ സൂര്യൻ നേരിയ മൂടുപടത്തിലൂടെ മങ്ങിയ പ്രകാശം ചൊരിഞ്ഞു. ഞാൻ താഴേക്ക് വന്നപ്പോഴേക്കും ഷെർലക് ഹോംസ് പ്രഭാത ഭക്ഷണം കഴിച്ച് തുടങ്ങിയിരുന്നു. ഞാനാകട്ടെ മേശമേൽ നിവർത്താതെ കിടന്ന പത്രമെടുത്ത് വെറുതെ കണ്ണോടിച്ചു. എൻ്റെ ഹൃദയത്തിൽ തണുപ്പുറഞ്ഞു കയറത്തക്കവണ്ണം ഒരു തലക്കെട്ട് കണ്ടു. അതിൽ എൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. ഹോംസ്, ഞാൻ അലറി. നിങ്ങൾ വളരെ താമസിച്ചു പോയി. ആ കപ്പ് താഴെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഞാനത് ഭയന്നു. അതെങ്ങനെ നടന്നു? ശാന്തനായാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. എൻ്റെ കണ്ണുകൾ ആ പത്ര റിപ്പോർട്ടിൽ തങ്ങി നിന്നു. ഇതാണ് വിവരം. കഴിഞ്ഞ രാത്രി 9-നും 10-നും ഇടയിൽ H ഡിവിഷനിലെ പോലീസുകാരൻ കുക്ക് വാട്ടർലോ പാലത്തിനടുത്ത് ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ വെള്ളത്തിലെന്തോ തെറിച്ച് വീഴുന്നതും തുടർന്ന് സഹായത്തിന് അപേക്ഷിക്കുന്ന ഒരുവിൻ്റെ കരച്ചിലും കേട്ടു. കൊടുങ്കാറ്റും കനത്ത മഴയും ഉണ്ടായിരുന്നതിനാലും കൂരിരുട്ടായിരുന്നതിനാലും രക്ഷപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായി. നാവിക പോലീസിന്റെ സഹായത്തോടെ ശരീരം അവസാനം അവർ കണ്ടെടുത്തു. അതൊരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു. അയാളുടെ പോക്കറ്റിൽ കിടന്ന ഒരു കവറിൽ നിന്നും പേര് ജോൺ ഓപ്പൺ ഷായാണെന്ന് കണ്ടെടുത്തു. വാട്ടർലൂ സ്റ്റേഷനിൽ നിന്നും അവസാനത്തെ തീവണ്ടിയിൽ കയറാൻ അയാൾ ധൃതിയിൽ പോകുകയായിരുന്നുവെന്ന് ഊഹിക്കപ്പെടുന്നു. ശരീരത്തിൽ ആക്രമണത്തിന്റെ പാടുകളൊന്നുമില്ല. മരണപ്പെട്ടയാൾ ദൗർഭാഗ്യകരമായ ഒരു അപകടത്തിന്റെ ഇരയാണെന്നതിൽ സംശയമില്ല. ഹോംസ് മുമ്പൊരിക്കലും കാണാത്ത വിധം നിരാശനും അസ്വസ്ഥനുമായി.
വാട്സൺ അതിൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ദൈവം എനിക്ക് ആരോഗ്യം തരുമെങ്കിൽ ഈ സംഘത്തിൻ്റെ മേൽ ഞാൻ കൈവയ്ക്കും. കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അദ്ദേഹം നിയന്ത്രണാതീതമായ ക്ഷോഭത്തോടെ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒടുവിൽ അദ്ദേഹം യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. അന്ന് പകൽ മുഴുവൻ ഞാൻ എൻ്റെ തൊഴിൽപരമായ കാര്യങ്ങളിൽ മുഴുകിയിരുന്നു. ബേക്കർ സ്ട്രീറ്റിലെ മടങ്ങിയെത്തിയത് വളരെ വൈകിട്ടാണ്. ഷെർലക് ഹോംസ് അപ്പോഴും എത്തിയിരുന്നില്ല. ഏതാണ്ട് 10 മണി ആയപ്പോഴേക്കും വിളറി ക്ഷീണിച്ച് അദ്ദേഹം വന്നു കയറി. ചുമരലമാരക്കരികിലേക്ക് നടന്നു ചെന്ന് ഒരു കഷ്ണം അപ്പമെടുത്ത് അത്യാർത്തിയോട് വിഴുങ്ങി. പിന്നെ കുറെ വെള്ളവും അകത്താക്കി. നിങ്ങൾക്ക് വിശപ്പുണ്ട്? ഞാൻ തിരക്കി. പട്ടിണിയായിരുന്നു. രാവിലത്തെ ഭക്ഷണമല്ലാതെ ഞാനൊന്നും കഴിച്ചില്ല. എന്നിട്ട് നിങ്ങൾ വിജയിച്ചുവോ? ആ. നിങ്ങൾക്ക് തുമ്പ് കിട്ടിയോ? അവരെ എൻ്റെ കൈക്കുള്ളിലാക്കി. വാട്സൺ, അവരുടെ ട്രേഡ് മാർക്ക് തന്നെ നമുക്ക് അവരുടെ മേലും പ്രയോഗിക്കാം അല്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? അദ്ദേഹം അലമാരയിൽ നിന്നും ഒരു ഓറഞ്ച് എടുത്തു. കഷണങ്ങളാക്കി അത് മുറിച്ചിട്ട് അതിൻ്റെ കുരുക്കൾ മേശമേലിട്ടു. അതിൽ നിന്നും 5 എണ്ണം എടുത്തു. എന്നിട്ട് അവ കൂടിനുള്ളിലാക്കി. കവറിന് പുറത്ത് അദ്ദേഹം എഴുതി, ജേസിക്ക് വേണ്ടി HJ. പിന്നെ അദ്ദേഹം അതൊട്ടിച്ച് മേൽവിലാസം എഴുതി, ക്യാപ്റ്റൻ ജെയിംസ് കാൾഹോൺ ബാർക്ക്, ലോൺ സ്റ്റാർ, സാവന്ന, ജോർജിയ. അയാൾ ആ തുറമുഖത്തെത്തുമ്പോൾ അതവിടെ കിടക്കും. അമർത്തി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് അയാൾക്ക് ഉറങ്ങാനാവാത്ത രാത്രികൾ നൽകും. ഓപ്പൺ ഷായ്ക്ക് സംഭവിച്ചതുപോലെ അയാളുടെയും വിധിയുടെ മുന്നോടിയായി തീരും. ആരാണ് ഈ ക്യാപ്റ്റൻ കാൾഹോൺ? ഈ സംഘത്തിൻ്റെ തലവൻ. എനിക്ക് മറ്റുള്ളവരെയും കിട്ടും, എങ്കിലും ആദ്യം ഇവനെയാകട്ടെ. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ കണ്ടുപിടിച്ചു? നീണ്ട ഒരു കടലാസ് കഷണം അദ്ദേഹം പോക്കറ്റിൽ നിന്നെടുത്തു. അതിൽ നിറയെ പേരുകളും തീയതികളും മാത്രമായിരുന്നു. ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ ചെലവാക്കിയത് ലോയിഡിൻ്റെ രജിസ്റ്ററുകളും ഫയലുകളും പഴങ്കടലാസുകളിലുമാണ്. 1883 ജനുവരി ഫെബ്രുവരി കാലങ്ങളിൽ പോണ്ടിച്ചേരിക്കടുത്ത് പോയിട്ടുള്ള കപ്പലുകളെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിച്ചു. അവയിൽ ലോൺ സ്റ്റാർ എന്ന കപ്പൽ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. കാരണം ആ പേര് അമേരിക്കയിലെ ഒരു സ്ഥലത്തിൻ്റെതാണ്. പിന്നെ ഞാൻ ആ ഡണ്ടി രേഖകൾ പരിശോധിച്ചു. 1885 ജനുവരിയിൽ ലോൺ സ്റ്റാർ ഇവിടെ എത്തിയിരുന്നുവെന്ന് ഞാൻ കണ്ടു. അപ്പോഴെൻ്റെ സംശയം ഉറച്ചു. തുറമുഖത്ത് കിടക്കുന്ന കപ്പലുകളെക്കുറിച്ച് ഞാൻ തിരക്കി. ഓ ആ, ഈ ലോൺ സ്റ്റാർ കഴിഞ്ഞ ആഴ്ചയിലേക്കാണ് ഇവിടെ എത്തിയത്. ഞാൻ ആൽബർട്ട് തുറമുഖത്ത് ചെന്നു. സാവന്നയിലേക്ക് പോകാനായി അതിന്ന് രാവിലെ തിരിച്ചതായി ഞാൻ അറിഞ്ഞു. ഇനി താങ്കൾ എന്തു ചെയ്യും? ഞാൻ അറിഞ്ഞിടത്തോളം അവനും 2 കൂട്ടുകാരുമാണ് ആ കപ്പലിലുള്ള അമേരിക്കക്കാർ. മറ്റുള്ളവർ ഫിൻലൻഡുകാരും ജർമ്മനിക്കാരുമാണ്. കഴിഞ്ഞ രാത്രി ഈ 3 പേരും കപ്പലിൽ നിന്ന് ഇറങ്ങിയിരുന്നുവെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അവരുടെ കപ്പലിൽ സാധനങ്ങൾ കയറ്റിയിരുന്ന ഒരാളിൽ നിന്നാണ് അത് ഞാൻ അറിഞ്ഞത്. അവരുടെ കപ്പൽ സാവനയിൽ എത്തുമ്പോഴേക്കും ഈ കത്തും അവിടെ എത്തും. കൊലക്കുറ്റത്തിന് ഈ മാന്യന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന സന്ദേശം സാവന്നയിലെ പോലീസിനും കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ പദ്ധതികളിൽ പലപ്പോഴും പാളിച്ചകളുണ്ടാവും. ജോൺ ഓപ്പൺഷായുടെ കൊലപാതകൾക്ക് ആ ഓറഞ്ച് കുരുക്കൾ സ്വീകരിക്കേണ്ടി വന്നില്ല. അവരെ പോലെ തന്നെ ദൃഢനിശ്ചയവും കൗശലവുമുള്ളവർ അവരുടെ പിന്നാലെയുണ്ടെന്ന് അവർക്ക് അറിയാൻ കഴിയുമില്ല. ആ കൊല്ലത്തെ കൊടുങ്കാറ്റ് വളരെ ഉഗ്രവും ഭയങ്കരവുമായിരുന്നു. ഞങ്ങൾ സാവന്നയിലെ ലോൺ സ്റ്റാറിൻ്റെ വാർത്ത കേൾക്കാനായി കാത്തിരുന്നു. പക്ഷെ ഒന്നും കേൾക്കാനൊത്തില്ല. എങ്കിലും ഒടുക്കമറിഞ്ഞു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ എവിടെയോ തകർന്നടിഞ്ഞ ഒരു കപ്പലിൻ്റെ പാമരം തിരമാലകൾക്കിടയിൽ കണ്ടുവെന്ന്. അതിൽ LS എന്ന അക്ഷരങ്ങൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് പ്രകൃതി തന്നെ പകരം നൽകിയതിൻ്റെ ദൃഷ്ടാന്തമായി. ഈ കേസിൻ്റെ അന്ത്യവിധി അങ്ങനെ ഉണ്ടായി. തുടരും.